إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാഥന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തത്തോടും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി ആ കൽപ്പനാ നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും വേവലാതികളും രോഗങ്ങളും പരീക്ഷണങ്ങളും അങ്ങനെ തുടങ്ങി ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാറുണ്ട്. സ്വാഭാവികമാണ്. കാരണം നമ്മളുള്ളത് ദുനിയാവിലാണ്, സ്വർഗത്തിലല്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രയാസഘട്ടങ്ങളിലൂടെയെല്ലാം ഒരു മനുഷ്യനെന്നോണം നമ്മൾ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഒരു വിശ്വാസി എന്നോണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുള്ള ഏതേത് പ്രയാസഘട്ടങ്ങളാകട്ടെ, ഏതേത് വേവലാതികൾക്കിടയിലാകട്ടെ, ഏതേത് പരീക്ഷണങ്ങൾക്ക് മുന്നിലാകട്ടെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സമാധാനമാണ്, അവന് ശാന്തിയാണ്, അവന് എല്ലാ അർത്ഥത്തിലുമുള്ള വല്ലാത്ത ഒരു സന്തോഷമാണ്.
എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു വരുന്ന പ്രയാസഘട്ടങ്ങൾ, പരീക്ഷണ ഘട്ടങ്ങൾ, അതിലെല്ലാം അതുപോലെ യഥാർത്ഥ വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആ സമാധാനവും നിർഭയത്വവും നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചരിത്രത്തിൽ മുൻഗാമികളായ സലഫുകൾ അവരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലേറ്റവും നമ്മൾ ആദ്യം എടുത്തു പറയുന്നത് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അതിക്രമങ്ങൾ ആ പ്രവാചകന്റെ നേരെ വന്നിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നേരെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം പുറമെ അത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമായിരുന്നു എങ്കിലും ഉള്ളിൽ പ്രവാചകന് നിർഭയത്വമായിരുന്നു, ഉള്ളിൽ പ്രവാചകന് സമാധാനമായിരുന്നു, ഉള്ളിൽ എല്ലാ അർത്ഥത്തിലും പ്രവാചകന് സമാധാനമായിരുന്നു എന്ന് നമുക്ക് കാണാം. അത് സലഫു സ്വാലിഹീങ്ങളുടെ, സ്വഹാബികളുടെ ചരിത്രങ്ങളും ജീവിതവുമെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അവർക്കെല്ലാം പ്രയാസങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും എല്ലാം ഉണ്ടായിരിക്കെ അവരുടെ ഉള്ളിലെല്ലാം വല്ലാത്ത ഒരു നിർഭയത്വത്തിലായിരുന്നു, സമാധാനത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം യഥാർത്ഥ തവക്കുൽ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിലുണ്ടായിരുന്ന യഥാവിധത്തിലുള്ള ഒരു വിശ്വാസം അതവർക്കുണ്ടായിരുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ എങ്ങനെ നമുക്ക് നമ്മളുടെ ഉള്ളിൽ അതുപോലെ പ്രയാസഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ പുറമെ ഉണ്ടായിരുന്നാലൊക്കെ ഒരു വിശ്വാസി എന്നോണം അവന്റെ ആത്മീയ ജീവിതത്തിൽ ആ ആത്മീയ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് സമാധാനത്തോടെയും ശാന്തിയോടെയും നിർഭയത്വത്തോടെയും അവന് മുന്നേറാം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين. നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലാഹുവിലേക്ക് സഹായം തേടുക. കാരണം അങ്ങനെ അല്ലാഹുവിലേക്ക് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അല്ലാഹുവിലേക്ക് സഹായം തേടുവാൻ സാധിക്കുക അത് ഭയഭക്തിയുള്ള ആളുകൾക്ക് മാത്രമാണ്. അതിന് വലിയ ഒരു പരിശ്രമം ആവശ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ നമ്മളുടെ സമാധാനത്തിന്റെ വാതിൽ സങ്കടങ്ങൾക്കും അതുപോലെ തന്നെ പരീക്ഷണങ്ങൾക്കും അതിന്റെ എല്ലാം നിർഭയത്വത്തിന്റെ വാതിൽ നമുക്ക് തുറന്നു തരുന്നത് അത് നമ്മളുടെ നമസ്കാരമാണ്. അത് നാം നമ്മുടെ ജീവിതത്തിൽ 5 വക്ത് നാം നമസ്കരിക്കുന്ന നമസ്കാരത്തിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആ റസൂലിന് കൺകുളിർമ ലഭിച്ചിരുന്നത് ആ നമസ്കാരത്തിലായിരുന്നു എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, യാ ബിലാൽ അഖിമിസ് സ്വലാഹ്, അല്ലയോ ബിലാൽ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കുക, അർഹിനാ ബിഹാ, അതിനു വേണ്ടി നീ വിളിക്കുക, ഞങ്ങൾക്ക് ആശ്വാസം നൽകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു യാത്രയിലാണ്, അന്നഹു നുഅയ ഇലൈഹി അഖൂഹു ഖുസമു വഹുവ ഫി സഫർ. അങ്ങനെ ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്താണ്. ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു വാർത്ത കിട്ടുന്നത്, അദ്ദേഹത്തിന്റെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ്, താങ്കളുടെ സഹോദരൻ മരണപ്പെട്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫസ്തറജഅ ثم തനഹ അനി ത്വരീഖ്, അദ്ദേഹം
ആ വഴിയോരത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ ഒരു തണലിൽ അദ്ദേഹം ഇരുത്തി. എന്നിട്ടോ എന്നിട്ട് 2 റക്അത്ത് നമസ്കാരം അദ്ദേഹം നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുകയാണ്. തന്റെ സഹോദരൻ മരണപ്പെട്ട ആ ദുഃഖവാർത്ത അറിഞ്ഞ ഉടൻ അദ്ദേഹം ഇറങ്ങി 2 റക്അത്ത് നമസ്കരിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് തിരിച്ച് അദ്ദേഹം മടങ്ങുന്ന സമയത്ത് അദ്ദേഹം പാരായണം ചെയ്തു എന്നാണ്, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അല്ലാഹുവിലേക്ക് സഹായം തേടിക്കൊള്ളുക. തീർച്ചയായും അത് ഭയഭക്തിയുള്ളവർക്കൊഴികെ അതൊരു വലിയ ബാധ്യതയാകുന്നു എന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് നമസ്കാരം എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ റിസ്ക് കൊണ്ടുവരുന്നതാണ്, ഉപജീവനത്തെ കൊണ്ടുതരുന്നതാണ് നമ്മളുടെ നമസ്കാരം. കാരണം ആ നമസ്കാരം ഈ ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവുമായിട്ടുള്ള നിങ്ങളുടെ സംഭാഷണമാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ അത് സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഉപദ്രവങ്ങളെ നമസ്കാരം തടയുന്നു. അങ്ങനെ ജീവിതത്തിൽ വരുന്ന നിങ്ങളുടെ ഹൃദയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്തെ അത് പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം നൽകുന്നു. മടിയ നമസ്കാരം മാറ്റി നിർത്തുന്നു എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിന് ഏറ്റവും വലിയ തെളിവ് എന്താണ്? തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ അനുജന്മാരായ സ്വഹാബികളാണ്. അവരുടെ ജീവിതത്തിൽ അവർ നടത്തിയ നമസ്കാരങ്ങളും അതിലവർ കാണിച്ച ഖുശൂഉമാണ് ഇതിന് നമുക്ക് മുന്നിലുള്ള തെളിവ്. രണ്ടാമത്തേത് നമ്മളിൽ ഉണ്ടാകേണ്ടത് ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് ഖുർആനിൽ തന്നെ പറയുന്നത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. ഖുർആൻ അത് അല്ലാഹു ഇറക്കിയിട്ടുള്ളത് അത് ശിഫയായിട്ടാണ്, അത് ശമനമായിട്ടാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അതുപോലെ ലോകൾക്ക് മുഴുവൻ എല്ലാ ആളുകൾക്കും മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടാണ് അല്ലാഹു ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരായത്ത് നമുക്ക് കാണാം, സൂറത്ത് യൂനുസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഒരു മൗഇളത്ത് നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് മൗഇളത്ത്? ഒരു സദുപദേശം, ഖുർആൻ ഇതാ നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, അത് നിങ്ങളുടെ സുദൂറുകൾക്ക്, മനസ്സുകൾക്ക്, നെഞ്ചകങ്ങൾക്ക്, ഹൃദയങ്ങൾക്ക് അത് ശമനമാണ്. വഹുദൻ, അത് മാർഗനിർദ്ദേശനമാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അത് വല്ലാത്ത ആശ്വാസമാണ്, റഹ്മത്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഖുർആനിനെ കുറിച്ച് പറഞ്ഞു. ഖുർആനിനൊരു മാധുര്യമുണ്ട്, ഈമാനികപരമായി ഖുർആനിനൊരു മാധുര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. നമസ്കാരത്തിനൊരു മാധുര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇതിനുള്ള തെളിവുകൾ എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ ജീവിതമാണ്, സ്വഹാബികളാണ്. മഹാനായ അബ്ബാദ് ഇബ്നു ബശ്ശാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ചരിത്രം നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരു യുദ്ധമുഖാനന്തരം അദ്ദേഹം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. രാത്രി ടെന്റിൽ മുസ്ലിമീങ്ങൾ കിടന്നുറങ്ങുകയാണ്. അവിടെ യാസിർ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നുണ്ട്. പുറത്ത് അബ്ബാദ് ഇബ്നു ബശ്ശാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നമസ്കരിക്കുകയാണ്. ഇദ്ദേഹം നമസ്കരിക്കുന്നത് എന്തായാലും കാവൽ നിൽക്കുകയാണല്ലോ, രാത്രിയാണല്ലോ, നമസ്കരിച്ചേക്കാം എന്ന രൂപത്തിൽ അദ്ദേഹം നമസ്കാരം തുടർന്നു.
നമസ്കാരത്തിൽ അദ്ദേഹം ഖുർആൻ പാരായണം ഓതാൻ തുടങ്ങി. ഒരു ശത്രു അതുവഴി വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോ ഒരമ്പ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വിട്ടു. നമസ്കരിക്കുന്ന അബ്ബാദ് ഇബ്നു ബഷർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയ അമ്പ് ആ നമസ്കാരത്തിനിടയിൽ അദ്ദേഹം ആ അമ്പ് തിരിച്ചു വലിച്ചൂരിനാണ്. എന്നിട്ടത് നിലത്തേക്കിട്ടു. വീണ്ടും അദ്ദേഹം നമസ്കാരം തുടർന്നു. ആലോചിച്ചു നോക്കണം, എങ്ങനെയായിരിക്കും ആ നമസ്കാരത്തിൽ അവർക്കുള്ള ഖുശൂഅ്. നമസ്കാരം തുറന്നു. സുമ്മ റകഅ വസജദ. അങ്ങനെ അദ്ദേഹം റുകൂഇലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു. വീണ്ടും ആ മനുഷ്യൻ അമ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ അമ്പും തന്റെ ശരീരത്തിൽ നിന്ന് അത് പിടിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് എറിയുന്നു. മൂന്നാമതും തന്റെ ശരീരത്തിലേക്ക് അബ്ബാദ് ഇബ്നു ബഷർ റളിയല്ലാഹു അൻഹു എന്റെ ശരീരത്തിലേക്ക് വീണ്ടും ആ ശത്രു അമ്പ് ചെയ്യുന്നു. ആ അമ്പ് മൂന്നാമത്തെ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് സ്വന്തം കൈകൊണ്ട് നമസ്കാരത്തിനിടയിൽ അത് പിഴുതെറിയുന്നു. രക്തം അത് വാർന്നൊലിക്കുകയാണ്. എന്തായിരിക്കും ആ മനുഷ്യൻ, ആ സ്വഹാബി അനുഭവിച്ചിട്ടുണ്ടാകുന്ന വേദന. അങ്ങനെ സുജൂദ്, അങ്ങനെ റുകൂഅ്, അവസാനം ഈ അഅ്തിദാലിലേക്ക് ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം സലാം വീട്ടുന്ന സമയത്താണ് യാസിർ റളിയല്ലാഹു അൻഹു എണീക്കുന്നത്. യാസിർ റളിയല്ലാഹു അൻഹു കാണാണ്. ആ സമയത്ത് അബ്ബാദ് ഇബ്നു ബഷർ റളിയല്ലാഹു അൻഹു യാസിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ കാണുന്നത്? അലാ അൻബഹ്തനി അവ്വല മാ റമ. അല്ല അബ്ബാദ്, താങ്കൾക്ക് ആ ഒന്നാമത്തെ അമ്പ് താങ്കളുടെ ശരീരത്തിലേക്ക് തറച്ചപ്പോ എന്തെങ്കിലും ഒരു അടയാളം, എന്തെങ്കിലും ഒരു സൂചന തരാമായിരുന്നില്ലേ എനിക്ക്? ഞാൻ എണീക്കുമായിരുന്നല്ലോ. തിരിച്ച് അബ്ബാദ് ഇബ്നു ബഷർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, കുൻതു ഫിസ്സൂറ, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. കുൻതു ഫീ സൂറത്തിൻ അഖറഉഹാ, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു നമസ്കാരത്തിൽ. ഫലം ഉഹിബ്ബ അൻ അഖ്തഅഹാ, ആ ഖുർആൻ പാരായണം മുറിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ആലോചിച്ചു നോക്കൂ, ആ വേദനയേക്കാൾ മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ നമസ്കാരവും അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണങ്ങളും. അതിനേക്കാൾ മാധുര്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണത്തിലും അദ്ദേഹം ആസ്വദിച്ചിരുന്ന ആ നമസ്കാരത്തിനും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഫലം ഉഹിബ്ബു അൻ അഖ്തഅഹാ, എന്റെ ഖുർആൻ പാരായണത്തെ മുറിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതാണ് നമുക്കുള്ള തെളിവ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമസ്കാരത്തിലുള്ള ആ വല്ലാത്ത ഒരു ആസ്വാദനം അത് കൈവരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഫൽ ഖുർആനു ഹുവ ശിഫാഉൻ തമ്മ, ഖുർആൻ എല്ലാത്തിനുമുള്ള ശമനമാണ്. മിൻ ജമീഇൽ അദ്വിയ, അതെല്ലാത്തിനുമുള്ള മരുന്നാണ്. അൽ ഖൽബി വൽ ബദനിയ, അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഹൃദയത്തിനുമുള്ള ഏതേത് രോഗങ്ങൾക്കുമുള്ള മരുന്നാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. വ അദ്വാഇദ് ദുനിയ വൽ ആഖിറ, അത് നാളെ പരലോകത്താകട്ടെ ഈ ദുനിയാവിലാകട്ടെ നമ്മുടെ ശരീരത്തിനും ഹൃദയത്തിനുമുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നാകുന്നു ഖുർആൻ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ രൂപത്തിലായിരിക്കണം നമ്മളുടെ ജീവിതം നാം മാറ്റേണ്ടത്. ആ സലഫു സ്വാലിഹീങ്ങൾ എടുത്ത രൂപത്തിലായിരിക്കണം നമ്മുടെ നമസ്കാരങ്ങൾ നാം മാറ്റേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, അല്ലേ, നിങ്ങൾ നമസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും അല്ലാഹുവിലേക്ക് സഹായം തേടിക്കൊള്ളുക. തീർച്ചയായും ഭയഭക്തിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് വലിയ ഒരു ബാധ്യതയാണ് എന്നല്ല നമ്മളെ പഠിപ്പിക്കുമ്പോ, നമസ്കാരം നമുക്കൊരു ബാധ്യതയാണോ എന്ന് നാം ചിന്തിക്കുക. തീർച്ചയായും അത് ഭയഭക്തിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്, ഒരു കടമ പോലെയാണ് എന്നല്ല നമ്മളെ പഠിപ്പിക്കുമ്പോ, നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തെ എങ്ങനെയാണ് നാം കാണുന്നത് എന്ന് നാം ചിന്തിക്കുക. മൂന്നാമത്തത്, നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറുകൾ ഉണ്ടാകണം, പാപമോചനങ്ങൾ ഉണ്ടാകണം. സമാധാനം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്നത് ഖുർആനിൽ നമുക്ക് കാണാം, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊള്ളുക, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ,
അങ്ങനെ നിങ്ങൾ അല്ലാഹുവിലേക്ക് പാപമോചനം തേടി മടങ്ങിയാൽ ആകാശവാനലോകത്തു നിന്ന് നിങ്ങൾക്ക് അല്ലാഹു മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിങ്ങളുടെ സമ്പത്തിലും സന്താനങ്ങളിലുമെല്ലാം വർധനവ് അല്ലാഹു കൊണ്ടുവരും. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ, അതുപോലെ നിങ്ങളുടെ തോട്ടങ്ങൾ, നിങ്ങളുടെ അരുവികൾ, അതിലെല്ലാം വലിയ വർധനവ് അല്ലാഹു നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു കൊടുക്കുന്നത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ ജഅലല്ലാഹു മിൻ കുല്ലി ദീഖിൻ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ഏതേത് സമയവും അവന്റെ ജീവിതത്തിൽ പാപമോചനം, പടച്ച റബ്ബേ ഞാൻ തെറ്റ് ചെയ്തു പോയി, അസ്തഗ്ഫിറുല്ലാഹ്, ഏതേത് നിമിഷങ്ങളിലും ആ ബോധം അവനിലുണ്ടെങ്കിൽ, കുല്ലി ദീഖിൻ, അവന്റെ ജീവിതത്തിലെ എല്ലാ കുടുസങ്ങളും മഖ്റജ, അതിനല്ലാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ടോ വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അത് മാത്രമല്ല അവന് ഉപജീവനം നൽകപ്പെടും. എങ്ങനെയുള്ള ഉപജീവനം? അത് അവൻ വിചാരിക്കാത്ത ഭാഗത്തു നിന്ന് അല്ലാഹു അവന് ഉപജീവനം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു സദസ്സിലേക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വരാൻ. ആ സമയത്ത് 4 ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. ഒന്നാമത്തെ മനുഷ്യൻ അദ്ദേഹത്തോട് പറയുന്നത്, എനിക്കൊരുപാട് ദാരിദ്ര്യമാണ്, താങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒരു പരിഹാരം എനിക്ക് വേണ്ടി കണ്ടുതരണം. രണ്ടാമത്തെ മനുഷ്യൻ അദ്ദേഹത്തോട് പറയാണ്, എനിക്ക് സന്താനങ്ങളില്ല, അതിനുവേണ്ടി താങ്കൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. മൂന്നാമത്തെ മനുഷ്യൻ മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തോട് പറയാണ്, എനിക്ക് തോട്ടങ്ങളുണ്ട്, പക്ഷേ അതിൽ വിളവ് കാണുന്നില്ല, യഥാവിധം അത് കടർന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അതിങ്ങോട്ട് വരുന്നില്ല. നാലാമത്തെ മനുഷ്യൻ പറയാണ്, എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട്, സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ 4 പേരോടും ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് കൊടുക്കുന്ന മറുപടി, നിങ്ങൾ അല്ലാഹുവിലേക്ക് പാപമോചനം ചെയ്തു കൊള്ളുക, ഇസ്തിഗ്ഫാറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക. എന്നിട്ട് ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് ആ 4 പേർക്കും ആ ആയത്ത് ഓതി കൊടുത്തുന്നാണ്, അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വജന്നാതിൻ ബിഅംവാലിൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ എന്ന ആയത്ത് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളുടെ സമ്പത്തിലും സന്താനങ്ങളിലും നിങ്ങളുടെ തോട്ടത്തിലുമെല്ലാം വർധനവ് നൽകും എന്ന ആ ആയത്ത് അദ്ദേഹം അവിടെ വെച്ച് അവർ ഓതിക്കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഇസ്തിഗ്ഫാറുകൾ വേണ്ടതുണ്ട്. നാലാമത്തത്, സ്വപ്നങ്ങളിലേക്ക് നടക്കാൻ, നന്മയിലേക്ക് മുന്നേറാൻ പ്രാർത്ഥനകൾ അത്യാവശ്യമാണ്. ചരിത്രത്തിലുടനീളം നമുക്കത് കാണാം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, യഹ്യ നബിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജനമായ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിട്ടേച്ചുകൊണ്ട് തിരിച്ചു പോന്നു. പ്രാർത്ഥനകൾ ഇന്ന് ആ മക്ക എങ്ങനെയാണ്? അതാ പ്രാർത്ഥനയുടെ ഫലമാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗശമനത്തിൽ കിടന്ന് സന്താനങ്ങൾ നശിച്ചു, സമ്പത്ത് നശിച്ചു, എന്നാൽ അവസാനം അദ്ദേഹത്തിന് അതെല്ലാം തിരിച്ചു കിട്ടിയ ചരിത്രങ്ങൾ കാണാം. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇരുട്ടിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ വലിയ മത്സ്യത്തിന്റെ തിമിംഗലത്തിന്റെ വായിൽ കിടന്നുകൊണ്ട്, ഹൂത്തിന്റെ വായിൽ കിടന്നുകൊണ്ട്, വയറ്റിൽ കിടന്നുകൊണ്ട് എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അൻത സുബ്ഹാനക, പടച്ച റബ്ബേ നീയാണ് പരിശുദ്ധൻ, ഞാനാണ് അക്രമി, ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന രൂപത്തിലുള്ള പ്രാർത്ഥന. അവിടെ ഇസ്തിഗ്ഫാറുകൾ വരാൻ, എനിക്ക് നീ മാപ്പ് നൽകണം നാഥ എന്ന ആ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറുകൾ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതിലൂടെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാം. ഒരു കാര്യം വിധി മാറണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, വിധിയെ മാറ്റാൻ ഈ ദുനിയാവിൽ ഒരു കാര്യം
കാര്യത്തിന് സാധിക്കുമെങ്കിൽ അത് പ്രാർത്ഥനക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നില്ലേ, എന്റെ ഉമ്മയുടെ ആയുസ് പടച്ച റബ്ബേ നീ നീട്ടി നൽകണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു നിശ്ചയിച്ച ഒരു ആയുസ്സിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനെ മാറ്റുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വിധിയെ മാറ്റാൻ സാധിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി എനിക്കത് ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആയിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. പൂർണ്ണ ഉറപ്പോടുകൂടിയായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം അശ്രദ്ധമായ ഹൃദയങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന അതല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. സാധാരണ പറയാറുണ്ട്, മഴയില്ലാത്ത ഒരു സാഹചര്യം, ആളുകൾ ഇതാ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ്. ഉസ്താദ് പറഞ്ഞു നമുക്കെല്ലാവർക്കും ഇറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു സുന്നത്തുണ്ടല്ലോ അല്ലേ? മഴയില്ലാത്ത സാഹചര്യത്തിൽ എല്ലാ മുഅ്മിനീങ്ങളും തടിച്ചുകൂടി നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്ന ഒരു സുന്നത്ത് ഇസ്ലാമിലുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി. ആ സമയത്ത് ആ ഇറങ്ങിയ ആളുകൾക്കിടയിൽ ഒരു കുട്ടി ഒരു കുടയെടുത്തുന്നാണ്. ആളുകൾ ചോദിച്ചു ആ കുട്ടിയോട്, കുഞ്ഞെ നീ എന്താണ് കുടയെടുത്തുകൊണ്ട് വരുന്നത്? ആ കുഞ്ഞു പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പോകുന്നത് അത് മഴയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലാഹുവിന്റെ മഴ വരുമ്പോ അതിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ, മഴ നനയാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കുട എന്ന് പറയുന്ന ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആ കുഞ്ഞിന്റെ തവക്കുൽ എവിടെയാണ്? അത്ര ഉറപ്പോടുകൂടി നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് സലഫുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി എന്നുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥന, പടച്ച റബ്ബേ എന്റെ ഹൃദയത്തിന് സമാധാനം വിശാലതയും നൽകണമേ, അതുപോലെ തന്നെ എന്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി നൽകണമേ എന്ന പ്രാർത്ഥന. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതെല്ലാം കഴിഞ്ഞ് ഇതിലുമുപരിയാണ് നമുക്ക് നാളെ പരലോകത്ത് കിട്ടുവാനിരിക്കുന്ന സ്വർഗം. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നാം പണിയെടുക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ യഥാർത്ഥ ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരത്തെയും ഖുർആനിനെയും അതിനെയെല്ലാം ആ രൂപത്തിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സമാധാനവും നിർഭയത്വമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിനവന്റെ ജീവിതത്തിൽ അവൻ മുറുകെ പിടിക്കേണ്ടത് അവന്റെ നമസ്കാരത്തെ അവൻ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അവന്റെ ജീവിതത്തിൽ ഖുർആനിനെ അവൻ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അവന്റെ നാവ് ഒരു മുസ്ലിം എന്നോളം നമ്മളുടെയൊക്കെ നാവുകൾ എപ്പോഴും ഇസ്തിഗ്ഫാറുകൾ കടന്നു വന്നുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന അത് നിർവഹിക്കുമ്പോ എന്തിനെന്നോ വേണ്ടി പ്രാർത്ഥിക്കാതെ, അശ്രദ്ധയില്ലാതെ, പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു നല്ല പരലോക ചിന്ത മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ നയിച്ച് യഥാവിധത്തിലുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ട് എന്ന് നാം ചിന്തിക്കുക. നമ്മുടെ ആയുസ് അതിന് എത്ര ബാക്കിയുണ്ട് എന്ന് നമുക്കൊന്നും പറയാൻ സാധ്യമല്ല, നമുക്കറിയുകയുമില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ അവസാനമായിരിക്കാം, എല്ലായിരിക്കാം, നമുക്കറിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് എവിടെ വെച്ച് എങ്ങനെ നിങ്ങൾ മരണപ്പെടും എന്നുള്ളത് നമുക്കാർക്കും അറിയുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കുരുക്കുഴിയിൽ നിങ്ങളൊക്കെ ഒരു വക്ത് കേട്ടിട്ടുണ്ടായിരിക്കാം. വെറും 16 വയസ്സുള്ള പെൺകുട്ടി രാത്രി തലവേദന വന്നതാണ്, രാവിലെ പെൺകുട്ടി മരണപ്പെട്ടു.
എന്താണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഒരുപാട് ആയുസ് എനിക്കുണ്ടല്ലോ, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. പ്രിയമുള്ളവരെ, മടങ്ങുക. എത്രയും പെട്ടെന്ന് ചെയ്തു പോയ തിന്മകൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് പറഞ്ഞുകൊണ്ട് മടങ്ങി ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് പുതിയ ഒരു ജീവിതം നയിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ വിജയം. അത് നമ്മുടെ മരണസമയത്തായാലും പിന്നീടുള്ള ബർസഖി ഖബർ ജീവിതത്തിലായാലും നാളെയുടെ പരലോക ജീവിതത്തിലും വിജയം കൈവരിക്കണമെങ്കിൽ ആ രൂപത്തിലാകണം നമ്മുടെ ജീവിതം നാം നയിക്കേണ്ടത്. അങ്ങനെ ഏറ്റവും നല്ലവരായി മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ആ പ്രവാചകൻ സ്വഹാബികൾ അവരുടെ ആ മാതൃകയിൽ യഥാവിധത്തിൽ നമ്മളുടെ നമസ്കാരങ്ങളെയും ഖുർആനിനെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അവരുടെ ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ ആരോരും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കേണ്ടവരാണ്. നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മളുടെയൊക്കെ മാതാപിതാക്കൾ അവരുടെയൊക്കെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയവർ അവരെയും നമ്മളെയും നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമുക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളാൽ സാമ്പത്തികമായും ശാരീരികമായും രോഗങ്ങളാൽ സാമ്പത്തിക ജീവിതത്തിലൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉപ്പുമ്മമാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് ആളുകൾ എന്താണോ ആ പ്രാർത്ഥന കൊണ്ട് ഏറ്റവും ഖൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാർ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ അതിനുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അജ്ർനാ മിനൻ നാർ, റബ്ബനാ അജ്ർനാ മിനൻ നാർ, റബ്ബനാ അജ്ർനാ വ അജ്ർ വാലിദൈനാ മിനൻ നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.